ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ജനറൽ റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എടുക്കാം. ആൻഡ് അതിന് ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ ആദ്യം നോക്കാം. ആൻഡ് അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ഷൻ ആൻഡ് ആക്ഷൻ്റെ ഔട്ട്കം എന്തായിരിക്കും. അതായത് നിങ്ങളൊരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്, ആൻഡ് അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ആൻഡ് അത് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താവും എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും ചില സമയത്ത് ഞാൻ ചെയ്യാറുണ്ട് സിറ്റുവേഷൻ, ആക്ഷൻ, ഔട്ട്കം എന്നുള്ള റീഡിംഗ് ആണിത്. 3 കാർഡ് എടുക്കും. ഓക്കെ, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ നോക്കാം. ഓക്കെ, സോ നിങ്ങളുടെ സിറ്റുവേഷൻ, ആക്ഷൻ ആൻഡ് ഔട്ട്കം. ആദ്യം സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, 4 ഓഫ് കപ്സ്. 5 ഉണ്ട്. ഗ്രേറ്റ്. ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ലോസ് എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഐ തിങ്ക് ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് കിട്ടുന്നില്ല എന്ന രീതിക്ക് മനസ്സിലൊരു ചിന്തയുണ്ടാവാം. നിങ്ങൾ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. ചിലത് നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, മേ ബി 4ഉം 5ഉം കപ്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഇമോഷണലി നിങ്ങൾ മനസ്സുകൊണ്ട് ഒരു വല്ലാത്തൊരു ഡിപ്രസ്ഡ് ഫേസ് എന്നൊക്കെ പറയാം. ഓക്കെ, ഒരു താല്പര്യമില്ലായ്മ, ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നും ചെയ്യാൻ തന്നെ താല്പര്യമില്ല എന്ന മട്ടിൽ. എന്തെങ്കിലും കിട്ടിയാൽ പോലും നിങ്ങൾക്ക് അതിലൊന്നും ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ കാർഡിൽ ഇവിടെ ആരോ എന്തോ കൊണ്ടുവരുന്നതായിട്ടാണ്. ഇവിടെ ഒരു കപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഒരു പിടിച്ച ഒരാളിവിടെ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് അതിലൊന്നും താല്പര്യം തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫിൽ കിട്ടിയാൽ തന്നെ എന്തോ ഒന്നിനോടും ഒരു മനസ്സ്, നമ്മൾ പറയില്ല, ഒന്നിലും ഇൻവോൾവ് അല്ലാത്ത പോലെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ വേറെ കിട്ടുന്നൊന്നും അപ്പം നിങ്ങൾക്ക് വേണ്ട എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സ് സ്വീകരിക്കാൻ തയ്യാറല്ല. ആൻഡ് ഇവിടെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുമാണ്. ഓക്കെ, അതിനെ നിങ്ങൾ നോക്കിയിരിക്കുന്ന പോലെ. ഓക്കെ, എങ്ങനെ പറയാം അതിപ്പോൾ, ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻസിൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു ജോലി ഉണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് അതിലൊരു താല്പര്യം പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണം എന്നുണ്ട്, പക്ഷെ മാറാനും വയ്യ എന്ന് പറയില്ലേ, അങ്ങനെ ആയിരിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ഒരു നഷ്ടം ഫീൽ ചെയ്യുന്നുണ്ട്. സോ എവിടെയോ നിങ്ങളൊരു ലോസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ട് കാണാം. ഓക്കെ, ആ നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതുമായിരിക്കാം. അതിനെ മാത്രം ഓർത്തോർത്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് എപ്പോഴും പറയുന്നത്, ഇപ്പോൾ എവിടെ ആയാലും ശരി, ഒരു വ്യക്തി ഒരു കപ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിപ്പോൾ യൂണിവേഴ്സായിട്ട് എടുത്തോളൂ, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് എടുത്തോളൂ. ഓക്കെ, ഇവിടെ ഒരു വ്യക്തി നിങ്ങൾക്ക് എന്തോ തരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അങ്ങോട്ട് നോക്കുന്നില്ല, നിങ്ങൾക്ക് അതിലൊന്നും താല്പര്യമില്ല എന്ന മട്ടിലാണ്. ആൻഡ് ഇവിടെ അതേപോലെ തന്നെ ഇവിടെ 2 കപ്പ് ഇവിടെ സ്റ്റാൻഡിങ് ആണ്. ഓക്കെ, വേറെ 3 കപ്പ് വീണ് പോയിട്ടുണ്ട്, പക്ഷെ 2 കപ്പ് ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ഉള്ളതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ല. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് മാത്രം ഓർത്തിരിക്കുകയാണ്. ഇവിടെയും 3 കപ്പ് വീണ് കിടക്കുന്നുണ്ട്, ഇവിടെയും 3 കപ്പ് ഉണ്ട്. നിങ്ങൾ എന്തോ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തിരിക്കുന്ന പോലെയാണ്. പക്ഷേ നിങ്ങൾക്ക് വരുന്ന വേറെ ബ്ലെസ്സിങ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതിലൊന്നും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കലായിരിക്കാം. ഓക്കെ, വേറെ ചിലത്, വേറെ എന്ത് വന്നാലും നിങ്ങൾക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയും കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ, അല്ലെങ്കിൽ ഉള്ളത് എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ഓർത്തോർത്തിരിക്കുന്ന പോലെയാണ്. ഓക്കെ, പക്ഷേ ശരിക്കും നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരാനുണ്ട്, പക്ഷെ അത് നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം കുറച്ചുകൂടി ഇതിനെ മാറ്റാൻ ഇപ്പം എന്താ ചെയ്യേണ്ടത്, ഈ സിറ്റുവേഷൻ മാറാൻ എന്താണ് ചെയ്യേണ്ടത്. കിങ് ഓഫ് സോഡ്സ് എനർജി. കിങ് ഓഫ് സോഡ്സ് ഇവിടെ എന്താ പറയുന്നത്, എംപ്രസ് ഉണ്ട് ഇവിടെ, ബാലൻസ്. ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു വീണ്ടും നിങ്ങൾ സ്ട്രോങ് ആവണം എന്ന രീതിക്കാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ട് എന്ന് വിചാരിക്കൂ. ഓക്കെ, ആ വേണം എന്നുള്ളത് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ വേറൊന്നിലും താല്പര്യം ഇല്ലാതിരുന്നിട്ട് കാര്യമില്ല. ഒന്നാമത്തത് ഓക്കെ, നിങ്ങൾ ആക്ഷൻ എടുക്കുക. ഓക്കെ, അതിനു വേണ്ടി നിങ്ങൾക്ക് അത് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ശ്രമിക്കുക. എന്ന് മാത്രമല്ല, ഇങ്ങനെ മനസ്സ് വിഷമിച്ച് ഡിപ്രസ്ഡ് ആയിട്ട് മാത്രം ഇരിക്കാതെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ എന്ന രീതിക്കാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക. ഇവിടെ ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളൊരു ജോലി നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കൂ. ഓക്കെ, ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതോടെ നിങ്ങൾ വിചാരിക്കുന്ന ലൈഫ് തന്നെ പോയി എന്ന രീതിക്ക്. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് വേറെ വരാനുണ്ട്. ഓക്കെ, അപ്പം ആ പോയതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തോ പറയുമല്ലോ, അടഞ്ഞ വാതിലിനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ തുറക്കുന്ന ഇത് കാണില്ല എന്നെന്തോ പറയും അല്ലേ. സോ ഇവിടെ ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത്.
അന്നിവിടെ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടാലും ഇവിടെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പഠിപ്പ് എവിടെയും പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു വേറെ ശ്രമിക്കാം, ജോലികൾ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഈവൻ ഇമോഷണലി ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ലൈഫിലൊരു ബന്ധം അവസാനിച്ചു എന്ന് വിചാരിക്കുക, ഒരു ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, അതിൽ സോ നിങ്ങൾക്ക് വേറെ ആര് വന്നാലും നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾക്ക് അതിലൊന്നും താല്പര്യം തോന്നുന്നില്ല. ബട്ട് എവിടെയോ യൂണിവേഴ്സ് പറയുന്നത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, വേറെ എന്തെങ്കിലും ബെറ്റർ ആയിരിക്കും ചിലപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത്. അതിലേക്ക് കൂടി ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങളോട് പ്രാക്ടിക്കൽ ആവാൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഓക്കെ, നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം. എപ്പോഴും ഓവർ ഇമോഷണൽ ആവാൻ പാടില്ല. ഓക്കെ, ഓവർ ഇമോഷണലും ആവാൻ പാടില്ല. കാരണം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും. ആ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു വിഷമത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് വേറെ ഇനി വരാനുള്ളത് പോലും വരില്ല ശരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഒരു എന്താ പറയുക, മേ ബി ഇനിയിപ്പോൾ സിറ്റുവേഷൻ, ഇപ്പോൾ സപ്പോസ് ആരെങ്കിലുമായിട്ട് പ്രശ്നം അങ്ങനെ വല്ലതും ഉണ്ടായിട്ടാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങളൊരു കോംപ്രമൈസ് കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, കുറച്ചുകൂടി മേ ബി ഒരു ആക്ഷൻ എടുത്ത് നിങ്ങൾ കോംപ്രമൈസ് കൊണ്ടുവരാൻ ശ്രമിക്കൂ എന്നുമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രാക്ടിക്കലായിട്ട് കുറച്ചുകൂടി ചിന്തിച്ച് നിങ്ങളെ തന്നെ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കൂ. ഓക്കെ, പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ രണ്ടും വേണം. നമ്മൾ ഇമോഷണൽ ആവണ്ടെന്നല്ല, പക്ഷേ പ്രാക്ടിക്കൽ കൂടി ആവാൻ പഠിക്കണം. ഒരു കാർഡ് കൂടി ഇവിടെ ആക്ഷനിൽ എടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് എന്താ യൂണിവേഴ്സ് ചെയ്യാൻ പറയുന്നത്? അഗൈൻ ജഗ്ലിങ്. നിങ്ങളിങ്ങനെ മനസ്സ് അവിടെയല്ല ഇവിടെയല്ല എന്ന് നിങ്ങളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം ഇനി. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഒരു സന്തോഷങ്ങളെ നിങ്ങൾ ചൂസ് ചെയ്യണം. നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാൻ തുടങ്ങുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് അത് പോയത്, എന്തായിരുന്നു ലെസൺ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവിടെ ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് അതിലെന്തോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾക്കുള്ളതായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല, അതുകൊണ്ടാണ് അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവിടുന്ന് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാനുണ്ടാവും. ഓക്കെ, അതിൽ മേ ബി നിങ്ങൾ കുറച്ചുകൂടി അതിൽ റിക്കവർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കണ്ടു തുടങ്ങാൻ വേണ്ടി ഒരു പാഠമായിരിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്ന ജഡ്ജ്മെൻറ്റ് ടൈമാണ്. യൂണിവേഴ്സ് ശരിക്കും പറയുന്നത് നിങ്ങളോട് പറയുന്ന തീരുമാനം എടുക്കൂ. ഓക്കെ, നിങ്ങൾ തന്നെ ഡെസിഷൻ എടുക്കൂ. ദാറ്റ് എനിക്ക് അഗൈൻ ഇത് എന്താ പറയുക, മനസ്സിൻ്റെ ചാഞ്ചാട്ടം എന്ന രീതിക്കാണ്, അല്ലെങ്കിൽ മനസ്സ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്ന പോലെയുണ്ട്. യൂണിവേഴ്സ് പറയുന്ന തീരുമാനങ്ങൾ എടുക്കാനാണ്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് കുറച്ചുകൂടി ജീവിതത്തെ കാണാനാണ് പറയുന്നത്. മനസ്സ് വല്ലാതെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് ആൻഡ് ജഗ്ലിങ് നടക്കുകയാണെന്നുണ്ടെന്ന് എനിക്ക്. ഓക്കെ, നോക്കട്ടെ ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും. നിങ്ങളിങ്ങനെ ഈ ആക്ഷൻ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവാൻ പറയുന്നുണ്ട്. അത് ചെയ്താൽ എന്താവും നിങ്ങളുടെ ഔട്ട്കം, നിങ്ങൾക്ക് എന്താണ് വരാനിരിക്കുന്നതെന്ന് കൂടി നോക്കാം ഈ സിറ്റുവേഷനിൽ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ ഓക്കെ, ഒരു സിറ്റുവേഷനായിട്ട് ഞാൻ 1-2 സിറ്റുവേഷൻ പറയാൻ ശ്രമിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടതാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് വേറൊരു ഇനിയും ശ്രമിക്കാം. ഓക്കെ, കുറേ കൂടി നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങളുടെ മനസ്സ് ഇമോഷണലിൽ നിന്ന് കുറച്ചുകൂടി പ്രാക്ടിക്കൽ കൂടിയായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു ഓഫർ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു മാറ്റം, തീർച്ചയായിട്ടും ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണും. ഓക്കെ, സക്സസ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു ജയിക്കൽ കാണുന്നുണ്ട്, വിജയം കാണുന്നുണ്ട്, ഒരു യാത്ര കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ്, മുന്നോട്ട് ഒരു ലൈഫിലൊരു മൂവ്മെൻറ്റ്. ഓക്കെ, ഇവിടെ ഓഫർ, ജോലിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ജോലിയുടെ ഓഫർ വരുന്ന രീതിയിലായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലത് വേറെന്തോ വരുന്നുണ്ട് എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി. ഓക്കെ, റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബെറ്റർമെൻറ്റ് വരുന്നുണ്ട് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സെപ്പറേഷനിലായിരുന്നു എന്തെങ്കിലും ഇവിടെ സെപ്പറേഷൻ അങ്ങനത്തെ വല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കൊരു ഫ്യൂച്ചർ എനിക്ക് വളരെ കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ, അതായത് പേഴ്സണുമായിട്ട് റിയൂണിയൻ എന്ന രീതിക്ക്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഓക്കെ, കരിയറിലാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജോലി നഷ്ടപ്പെട്ടു, ഹെൽത്ത് വൈസ് എന്തെങ്കിലും ഇഷ്യൂസ്, നിങ്ങളായിട്ട് ഇവിടെ ഡിപ്രഷൻ്റെ എല്ലാ സ്റ്റേജസും എനിക്ക് കാണുന്നുണ്ട്. എല്ലാ കാർഡ്സും അതാ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് എല്ലാം കാണുന്നുണ്ട്. ആ സ്ട്രെസ്സൊക്കെ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേറെ നല്ലത് വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യലി ബെറ്റർ ആവുക, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കിട്ടുക, ഈവൻ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഓഫർ വരിക, റിലേഷൻഷിപ്പിൽ ബെറ്റർ ആവുക. ഓക്കെ, പേഴ്സണുമായിട്ട് കോംപ്രമൈസ് വരിക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാമാണ് കാണുന്നത്. സോ എന്ത് തന്നെയായാലും ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഈ വിഷമിച്ചും വിഷമിച്ചും സങ്കടപ്പെട്ടും നിങ്ങൾ ഇരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സ് വിഷമം ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ, അതിൽ നിന്ന് പുറത്ത് വരാൻ യൂണിവേഴ്സ് പറയുന്നത് പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങാനാണ്. ഓക്കെ, പ്രാക്ടിക്കൽ ആവുക, എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ശ്രമം വിടുക. ഓക്കെ, വളരെ നിങ്ങൾ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. പക്ഷേ ഇവിടെ ഇതിനെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് മാത്രം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത് ലൈഫിൽ? ഇങ്ങനെ ഈ ഒരു സങ്കടവും വിഷമവും സ്ട്രെസ്സും ആണോ വേണ്ടത്, അതോ ഇപ്പുറത്തെ പോസിറ്റീവ്നെസ്സിലേക്കാണോ വേണ്ടത്? നിങ്ങൾ തന്നെ ആലോചിക്കുക. സോ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ തുടങ്ങൂ എന്നാണ് പറയാനുള്ള കാര്യങ്ങൾ. സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയുക, തുറന്നു പറയാം.
ആക്ഷൻ എടുക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ട സമയമാണ്. ഇങ്ങനെ വിഷമിച്ച് മാത്രം ഇരിക്കേണ്ട സമയമല്ല. നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ കൊണ്ടുവരണം. ഓക്കെ, വേറെ ആർക്കും ചെയ്തു തരാൻ സാധിക്കില്ല, അത് മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വേറെ നല്ല ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്, പേഴ്സൺ വരുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു ആരെങ്കിലും മാപ്പ് പറഞ്ഞ് വരുന്നതായിരിക്കാം. ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്ന രീതിക്കുണ്ട്. സക്സസ് കാണുന്നുണ്ട്. ഓക്കെ, എല്ലാം ഉണ്ട്. ബട്ട് അതിന് മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ തന്നെ ബാലൻസിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കുക. ഇവരുടെ ഇമോഷൻസിൽ ഇങ്ങനെ ഡൗൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കരുത് എന്നാണ്. ഓക്കെ, ബ്ലെസ്സിങ് ഉണ്ട് നിങ്ങൾക്ക്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നല്ലോണം ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള ഗൈഡൻസ് കൂടി നോക്കാം. ആരെങ്കിലുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് സോൾവ് ആവും എന്നായിരിക്കാം. നിങ്ങൾക്കുള്ള ഗൈഡൻസ്, സോറി, മെസ്സേജസ് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കട്ടെ. സ്പ്രിംഗ് ടൈമിംഗ് കാർഡ് വന്നിട്ടുണ്ട് നമുക്ക്. അൺഎക്സ്പെക്റ്റഡ്, truth, expression, structure, foundation, and the world. Very good. നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് സ്വയം നിങ്ങൾ അവനവനെ ഡൗട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഈ 5 കപ്സും ഇതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ തന്നെ നിങ്ങൾക്ക് ഒരു സംശയമാണ്. എനിക്ക് സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും നടക്കില്ല, എന്നെ വിട്ടു പോകും എല്ലാവരും, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ച് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒരു അവനവനെ നിങ്ങൾ സംശയിക്കുകയാണ്. അവനവൻ്റെ കഴിവിൽ നിങ്ങൾക്ക് ഡൗട്ട് ആവുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കാതെ പോവുകയാണ്. ഓക്കെ, നെഗറ്റീവിൽ സൈക്കിളിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. ഓക്കെ, ടൈമിംഗ് കാർഡ് ഉണ്ട്, സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മാർച്ച് ഏപ്രിൽ ടൈമാണ് നമ്മൾ പറയുക, ഐ തിങ്ക്. ഓക്കെ, സോ ഒരു മാർച്ച് ഏപ്രിൽ ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ചില ചേഞ്ചസ് കാണാൻ തുടങ്ങും. ഇവിടെ ഒരു പ്ലാന്റിംഗ് സീഡ് പ്ലാൻ പ്രിപ്പറേഷൻ എന്നൊക്കെയാണ്. സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വേറെ എന്തെങ്കിലും പുതിയത് വരാനും ഓഫർ വരാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. എന്തെങ്കിലും മുന്നോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുതിയതായിട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് സ്റ്റോം, ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ അത് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ സംഭവിച്ചത് എന്തെങ്കിലും. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. ബട്ട് അത് നിങ്ങളെ കൂടുതൽ തളർത്താൻ വിടരുത്. ഓക്കെ, ചില കാര്യങ്ങൾ ആക്ച്വലി ഇവിടെ ട്രൂത്ത് ആൻഡ് എക്സ്പ്രഷൻ പറയുന്നുണ്ട്. ന്യൂ പെർസ്പെക്റ്റീവ്, സീയിങ് ദ ട്രൂത്ത്, ക്ലിയർ ആക്ഷൻ. ഇതാണ് ഞാൻ കിങ് ഓഫ് സോർട്സിൻ്റെ പറഞ്ഞത്. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതിന് വേണ്ടി ആക്ഷൻ എടുക്കാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങൾ നല്ല ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയും എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അത് തിരിച്ചറിയുമ്പോൾ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, തീരുമാനങ്ങളെടുത്ത് ആക്ഷൻ എടുക്കേണ്ടി വരും. സോ ഇവിടെയും അതാ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സത്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയേണ്ടി വരും ആരോടെങ്കിലും. സത്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ പറയേണ്ടി വരും, തുറന്ന് പറയേണ്ടി വരും. ഞാൻ ക്ലിയർ ആക്ഷൻ ആണ് പറയുന്നത്. സോ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാനാണ് ഇവിടെ പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, യെസ്, തുറന്ന് പറയലും കൂടി ആവാം. നമ്മൾ ചിലപ്പോൾ പക്ഷെ അത് മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുള്ള പറയലല്ല പറയുന്നത്. നമുക്ക് വേണ്ടത് എന്താണ് എന്ന് സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറയാം. ഓക്കെ, അതിനിവിടെ സ്ട്രക്ചർ കാണുന്നുണ്ട്. ഫൗണ്ടേഷൻ, വോൺസ് ടു ബിൽഡ് എ ഫൗണ്ടേഷൻ, ബാലൻസ്, ബിൽഡിംഗ്, സ്ലോ ആൻഡ് സ്റ്റഡി. ഓക്കെ, യെസ്, നിങ്ങൾക്ക് വീണ്ടും ഒരു തുടക്കം. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു പുതിയ ഓഫർ വരുന്നതായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ് കാണുന്നത്. റിലേഷൻഷിപ്പ് ആയാലും ശരി, ഒരു എന്ത് കാര്യങ്ങളായാലും ശരി, നിങ്ങൾക്കൊരു പുതിയ സ്റ്റാർട്ടിംഗ് എന്ന രീതിക്ക് കാണുന്നത്. കാർഡേ കാണാല്ലേ. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. ഓക്കെ, നിങ്ങൾക്കൊരു പുതിയ ഓഫർ വരുന്ന പോലെ. ഓക്കെ, വീണ്ടും ഒരു റീസ്റ്റാർട്ട് ഒരു കാര്യത്തിൽ, ബന്ധങ്ങളിലായാലും നിങ്ങളുടെ ജോലിയിലായാലും ഒക്കെ, ഫ്രണ്ട്ഷിപ്പിലായാലും ഫാമിലിയിലായാലും ഒക്കെ ഒരു പുതിയ തുടക്കം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വീണ്ടും ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നാണ്. ഓക്കെ, എന്തെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ ആ തകർച്ചകൾ വീണ്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല അല്ലേ. യെസ്, എന്തെങ്കിലും തകർച്ച നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കാണാം. അത് നിങ്ങൾക്ക് പക്ഷെ ഒരു അവസരമാണ് വീണ്ടും എല്ലാം റീബിൽഡ് ചെയ്യാൻ. ഓക്കെ, വീണ്ടും ഒന്നേന്ന് തുടങ്ങിയിട്ട് പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആൻഡ് ഇവിടെ ന്യൂ സൈക്കിൾ. ഓക്കെ, ചിലത് അവസാനിക്കുന്നുണ്ട്. ഓക്കെ, ചിലത് അവസാനിച്ച് പക്ഷെ നിങ്ങൾ ചിലത് നല്ലതിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ചില നഷ്ടങ്ങൾ വന്നു, ശരിയാണ്. ഓക്കെ, ആ നഷ്ടപ്പെട്ടതിനേക്കാൾ പക്ഷെ എന്തോ വേറെ നല്ലത്, അല്ലെങ്കിൽ ഒരു ന്യൂ സൈക്കിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടത് തന്നെ ഇനിയും ബെറ്റർ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒരേ സാധനം തന്നെ നമ്മൾ പറയില്ലേ, മാറ്റത്തോടെ ഒരു
കുറച്ചുകൂടി ചേഞ്ചായിട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ ബെറ്റർ ചിലപ്പോൾ വരുന്നെങ്കിൽ യൂണിവേഴ്സ് എടുത്ത് വെച്ച് കാണാം. ഓക്കെ, എന്തായാലും ഒരു ന്യൂ സൈക്കിൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സക്സസ് എന്ന രീതിക്ക് നമ്മൾ ചാരിറ്റ് കാർഡും പറഞ്ഞു ഞാൻ. സോ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ ഒരു സക്സസ്, ഒരു വിക്ടറി എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും ഇവിടെ സക്സസ് ആഫ്റ്റർ ദ ക്വസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലത് നഷ്ടപ്പെട്ട ശേഷം നിങ്ങൾ വീണ്ടും ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആ ജേർണിയിൽ നിങ്ങൾക്ക് സക്സസ് വരും എന്ന രീതിയിലാണ്. ഓക്കെ, സോ അതും സ്പ്രിംഗ് ടൈമാണ് എനിക്ക് കാണുന്നത്. സോ അനദർ ഒരു 2-3 മാസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ നല്ല രീതിക്ക് കാണാൻ തുടങ്ങും. ഒരു മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് ഒക്കെ കാണാൻ തുടങ്ങും. ഓക്കെ, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമവും കാര്യങ്ങളൊക്കെ മാറി വരുമെന്നാണ്. ഓക്കെ, സോ വിഷമിച്ചിരിക്കരുത്, ഡൗട്ട് ചെയ്യരുത്, അവനവനെ വെറുതെ സംശയിച്ചും വിഷമിച്ചും സ്ട്രെസ്സിലും ഡിപ്രഷനിലും ഒന്നും ഇരിക്കരുത്. ഓക്കെ, അതൊക്കെ നിങ്ങളെ ഒരു പീരീഡ് നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തന്നെ തീരുമാനിക്കണം, ഇല്ല എനിക്കിത് മാറ്റിയെടുക്കണം എന്ന് സ്വയം തീരുമാനിക്കുക. പോസിറ്റീവ് ആവാൻ തുടങ്ങുക, പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.